ഓഗസ്റ്റ് 20-ന് ഇറങ്ങുന്ന രണ്ട് സിനിമകളെ കുറിച്ച് ഇപ്പോഴേ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചകളാണ്. ഒരു സിനിമ ഖലീഫയാണ്, മറ്റൊരു സിനിമ അയാം ഗെയിമാണ്. സാധാരണ മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങൾ ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ. ഇത് മാസങ്ങൾക്ക് മുമ്പൊക്കെ രണ്ട് ചിത്രങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര ചർച്ചകളും ഭയങ്കര ഫാൻ ഫൈറ്റുകളും ഒക്കെ നടക്കുന്നത്. ഇതിനകത്ത് സൂപ്പർ താരങ്ങളൊന്നും ഇല്ല. പക്ഷേ ഖലീഫയിൽ മോഹൻലാൽ ഒരു ഗസ്റ്റ് റോളി വരുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് പറയാം, ഖലീഫ പൃഥ്വിരാജ് നായകനാകുന്ന സിനിമയാണ്. ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് രണ്ട് സിനിമകളും. ഇതും ബിഗ് ബഡ്ജറ്റ് തന്നെയാണ്. ആക്ഷന് ഭയങ്കര പ്രാധാന്യം കൊടുത്ത് വൈശാഖ് സമയം ചെയ്യുന്നത്. വൈശാഖ് ഗംഭീര ഡയറക്ടറാണ്. പ്രത്യേകിച്ച് ആക്ഷൻ സിനിമകൾ എടുക്കാൻ അതിഗംഭീര ഡയറക്ടറാണ്. ഇപ്പോൾ പോക്കിരാജിലൂടെ അരങ്ങേറ്റം കുറിച്ച് അത് തന്നെ മെഗാ ഹിറ്റാണ്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ പുലിമുരുകൻ പോലുള്ള ഗംഭീര സിനിമ, ആദ്യത്തെ 100 കോടി സിനിമ മലയാളത്തിൽ എത്തിച്ച ഡയറക്ടറാണ്. ഗംഭീരമായിട്ട് ആക്ഷൻ സീക്വൻസ് എടുക്കും. പൃഥ്വിരാജും ആക്ഷൻ സീക്വൻസ് ഒട്ടും മോശമാകത്തില്ല. കാരണം കിട്ടുകാഴ്ചയായിട്ട് ആക്ഷൻ സീക്വൻസ് ചെയ്യും. അന്നേരം പൃഥ്വിരാജിന് വേണ്ടി എല്ലാം, വാരണാസിക്ക് വേണ്ടി, രാജമൗലിയുടെ പടത്തിന് വേണ്ടി ബോഡിയൊക്കെ മെയിൻറ്റെയിൻ, ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഒന്നുകൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആക്ഷൻ സീക്വൻസുകളൊക്കെ സൂപ്പറാണ്. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ, ടെർബോയൊക്കെ വന്നപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈശാഖൻ ലാസ്റ്റ് കൊടുത്ത് സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. ഡയറക്ഷൻ സൂപ്പറായിരിക്കും, സ്ക്രിപ്റ്റിംഗ് മോശമായിരുന്നാൽ മതി. അങ്ങനെ അല്ലെങ്കിൽ ഖലീഫ ആക്ഷൻ സീക്വൻസ് കൊണ്ടൊക്കെ തർക്കും. മോഹൻലാൽ ഒരു 10 മിനിറ്റ് താഴെയുള്ള റോളാണ്, പക്ഷേ പ്രധാനപ്പെട്ട റോളാണ്. മോഹൻലാലിനെ വെച്ച് ഇതിൻ്റെ അടുത്ത പാർട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഖലീഫ ഓഗസ്റ്റ് 20-ന്. ഇതിന് ഓപ്പോസിറ്റ് വന്ന പടം കൂടെ വന്നപ്പോഴാണ് കളി മാറിയത്. ഓപ്പോസിറ്റ് വന്നത് അയാം ഗെയിമാണ്. ഇപ്പോഴേ നല്ല പ്രൊമോഷൻസ് തുടങ്ങി, ഗ്രൗണ്ട് ലെവൽ പ്രൊമോഷൻസ് തുടങ്ങി. ഇപ്പോഴേ തിയേറ്ററിലൊക്കെ കൊണ്ടുവന്ന ഫ്ലെക്സും കാര്യങ്ങളും ഒക്കെ വെച്ച് തുടങ്ങിയവർ. കാരണം അയാം ഗെയിം കിങ്ങോ കൊത്തയ്ക്ക് ശേഷം മലയാളത്തിൽ ദുൽഖർ അഭിനയിക്കുന്ന സിനിമയാണ്. RDXന്റെ നഹാസ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. RDX അതിനുശേഷം അവർ ഒന്നിക്കുന്ന പടം. ഈ രണ്ട് പടങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. രണ്ട് പടത്തിൻ്റെയും സംഗീതം ജെയ്ക്സ് ബിജോയാണ്. ഇനി ദുൽഖറിന്റെ ബിഗ് ബഡ്ജറ്റ് പടം തന്നെയാണ് ഈ പടം. വേഫെയർ ഫിലിംസ് ആണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളും എല്ലാം. ഈ പടം ഒരു സൂപ്പർ ഹീറോ പരിവേഷമൊക്കെ ഉള്ള സിനിമ ആയതുകൊണ്ട് ക്ലിക്കായാൽ അത് ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ക്ലിക്കാകാനുള്ള ചാൻസും കൂടുതലാണ്. പക്ഷേ ഈ രണ്ട് പടത്തിൽ ഏത് തൂക്കും? പൃഥ്വിരാജ് തൂക്കുവോ, ദുൽഖർ തൂക്കുവോ, ഖലീഫ തൂക്കുവോ, അയാം ഗെയിം തൂക്കുവോ? സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചകൾ അവസാനിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് പ്രതീക്ഷയുള്ള ചിത്രം ഏതാണ്? അയാം ഗെയിമാണോ ഖലീഫയാണോ? കമൻസിൽ രേഖപ്പെടുത്തുക.